ഓപ്പോയുടെ Oppo A15s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ വരുന്നത് 11,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oppo A15s എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ Oppo A15sൽ 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇപ്പം 11,500 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊക്കെ ഓൺലൈൻ ഫോൺസ് ആണ്. ഓഫ്ലൈൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചിലപ്പം ഫുൾ HD റെസൊല്യൂഷനുള്ള ഫോണുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസ്പ്ലേക്കുള്ള ഫോണുകൾ വരുന്നുണ്ട്. ഈ ഫോണിൽ ഏകദേശം 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പുള്ള ഒരു ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് ഏകദേശം 7.9 mm മാത്രമാണ്. പിന്നെ ഈ ഫോൺ 3 കളർ വേരിയൻസിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനാമിക് ബ്ലാക്ക്, ഫാൻസി വൈറ്റ്, പിന്നെ റെയിൻബോ സിൽവർ. പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio P35 എന്ന പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് പ്രൊസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത് കുറച്ച് പഴയ പ്രോസസ്സറാണ്. ഇപ്പം ഓൺലൈൻ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളൊക്കെ വളരെ മികച്ച പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പെർഫോമൻസ് വരുന്ന, അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനർത്ഥം ഈ ഫോണിൽ വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമല്ല. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ തരുന്ന ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോണുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഫോണിൽ 4 GB RAM ആണ് കൊടുത്തിട്ടുള്ളത്. 64 GB ഇൻറ്റേർണലും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ആയിട്ടുള്ള കളറോയ സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 13 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 MP മാക്രോ ലെൻസും 2 MP ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ 4230 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൽ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഫോൺസും ഓൺലൈൻ ഫോൺസ് ആണ്. ഓഫ്ലൈൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ ചിലപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 11,490 രൂപയാണ്. ഡിസംബർ 21 മുതൽ ഈ ഫോൺ ആമസോണിലും അതുപോലെ തന്നെ പുറത്ത് ഷോപ്പുകളിലും നമുക്ക് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ബെസ്റ്റ് ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ല എന്ന് പറയാം. എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന, അതുപോലെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന, പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉള്ള ഫോണുകൾ വരുന്നുണ്ട്. ആ ഒരു ഫോണുകളൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.